ഓ വരാം. ഒന്നുമല്ലേലും പത്മാവതി കുഞ്ഞും ആദ്യമായിട്ട് വിളിക്കുന്നതല്ലേ. എന്താ? ഓ ഞാനത് ഫോർവേഡ് ചെയ്തില്ല. സർക്കാർ കാര്യമല്ലേടോ. റിമൈൻഡർ ഒക്കെ അങ്ങനെ മുറ പോലെ വരും. പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ വരുമ്പോൾ അസംബ്ലിയിൽ നിന്ന് ചുമ്മാ അലറും. ഇപ്പൊ നിരോധിക്കും, മൂക്കി കയറ്റുമെന്നൊക്കെ. 1 മിനിറ്റ്. അതിലൊന്നും കാര്യമില്ല. മറ്റേ സാധനം അങ്ങ് ചെല്ലുമ്പോ ഇവന്റെ ഒക്കെ നാക്ക് താനെ താഴും. ഓക്കെ, ശരി. കൊച്ചേട്ടോ, ഓ കൊച്ചേട്ടോ, കൊച്ചേട്ടന്റെ പനിയൊക്കെ മാറിയാ? പനിയോ? ആ, ആർക്ക്? അപ്പൊ കൊച്ചേട്ടനല്ലേ പനി? എനിക്കായിരിക്കും. കടുപ്പത്തിലൊരു ചായ. ചായയോ? ആ. ഒത്തിരി ഏമാത്തുണ്ണി. ലോകാര്യം വല്ലോണ്ടേ പറ, ഞാനും കേൾക്കാം. ചായ കടം തരത്തില്ല. ഓ, തന്റെ ചായ കിട്ടില്ല, ഇപ്പൊ ചത്തു. വേണ്ടടോ, തന്റെ മോളൊരുത്തി കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. അല്ല, അത് ഞാൻ കാണിച്ചു തരാം ഞാൻ. താൻ ഇനിയെങ്കിലും ഈ ഗതി കിട്ടാത്ത പണി ഒന്ന് നിർത്തണോ മാപ്പിളെ? ആ ജോണി മുതലാളിയെ പോയി കണ്ട് വല്ല കണക്കെടുത്ത് പണിയോ കൂലിപ്പണിയോ തരാൻ പറ. നീ കുഞ്ഞുഞ്ഞിനെ കണ്ടു പഠിക്ക്. എന്റെ പട്ടിക്കാണ് അവന്റെ കൂലിപ്പണി. കൊടി കെട്ടിയ കുറെ മുതലാളിമാരെ കണ്ടിട്ടുള്ളവരായി ഞാൻ. പിന്നെ ആയി പുതുമണി ശീലക്കാരൻ. അങ്ങനെ കൊച്ചാക്കാതോ മാത്തുണ്ണി? ജോണി അല്ലാതെ ഏത് മുതലാളി അവിടെ കൊടി കെട്ടിയത്? ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വിലയുണ്ടോ താനീ പറഞ്ഞ കോണിക്ക്? ഏത് ഉണ്ണിത്താനാണോ? ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താനോ? അയാൾ മരിച്ചിട്ട് വർഷം രണ്ടായില്ലേ? ആയിക്കോട്ടെ കൊച്ചേട്ടാ, പറ്റത്രയാ? 2 രൂപ. തന്റെ ജോണി മുതലാളി ഉണ്ടല്ലോ. മുതലാളിയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാൽ ഭൈമി പോയ വഴി ഇപ്പോഴല്ലേ പിടികിട്ടിയത്. അന്ന് മുതൽ പരമൂലം കാണാനില്ല. അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും അവനിവിടെ വരണവനാ. കൊല്ലം 2 അവനെയും കാണാനില്ല. എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. വരവെന്തപ്പോ അവൻ വാഴ വെട്ടി. ഏത് വാഴ? ഭൈമി എന്ന വാഴ. എന്റെ മാത്തുണ്ണി, നിന്റെ ഒരു ബുദ്ധി. ഇന്ന് നിനക്കൊരു ചായ ഫ്രീ. ആശാനെ, എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക. എന്റെ പറ്റിലും. വേണ്ട വേണ്ട വേണ്ട, എല്ലാ ചായ കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും. ഒരു ചായ മതി, ബാക്കിയുള്ളതിന് കടി പോരട്ടെ. ബെന്നുണ്ടാ ബെന്നുണ്ടാ. ആ കാറിന്റെ ഫ്രണ്ട് സീറ്റ് പാക്കറ്റ് ഉണ്ട്, അതിനടുത്ത്. നീ വിഷമിക്കാതെ. ഇങ്ങനൊക്കെയായി കാലത്ത്. ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം. അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു? നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ? ഈ കള്ളൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയുമേ. ഇനിയിപ്പൊ അതാ കൂത്ത്. നിനക്ക് നാണമില്ലേടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ? അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ, ചോര പോലെ നിറമുള്ളത്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പം കർത്താവ് ആ വീഞ്ഞുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല. ആ, നീ അടുക്കളയിലോട്ട് ചെല്ല്. കോഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ അവൻ പോയത്. അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പോ നിന്നെ പൊരിക്കും. ഹലോ മഹർഷി, വരണം. ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി. എന്റെ ഒരു പഴയ സുഹൃത്താണ്. ഇത് ജോണി, എന്റെ ആത്മസുഹൃത്ത്, ബിസിനസ്സുകാരൻ, സർവോപരി സ്ഥലത്തെ പ്രധാന കള്ളപ്പണക്കാരൻ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. അല്ല സാറേ, ഇതേ സന്യാസിയാണോ? അയ്യോ അല്ല, വെറും കഴിവേറി, കള്ളക്കഴിവേറി. മാത്യൂസ് എന്നാ കാരണവന്മാരിട്ട പേര്. ഇവരെല്ലാം കൂടെ വിളിച്ചു വിളിച്ച് ഇപ്പൊ മഹർഷി മാത്യൂസ് ആയി.
സൈക്കോളജിയിൽ ഒരു PhD ഒക്കെ എടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. എന്തിന്? ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇത്തിരി നടപടി ദൂഷ്യമുണ്ട്. ഇൻട്രസ്റ്റഡ് അല്ലേ? ചെറിയ തോതിൽ. വെരി ഗുഡ്. ഞാൻ തന്നെ പോലെ ഒരു കമ്പനി തപ്പി നടക്കുക. ആഹാ. ഹലോ, യെസ് മക്ഫസൻ ഹിയർ. എപ്പോ? ജാമ്യം കിട്ടിയില്ലേ? എസ്റ്റേറ്റിലെ കാര്യം വല്ലതും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. വണ്ടി എടുക്കുക. പരമോ, പരമോ, പരമോ എവിടെ? മുറിയിലുണ്ട്. വിളിക്കേ. അങ്ങോട്ട് ചെല്ലേ. എന്തോ കുഴപ്പമുണ്ട്. സാർ, എന്തിനാ വിളിപ്പിച്ചേ? എന്താ സാർ? എന്ത് പറ്റി സാർ? വരൂ. ഒന്നുകൂടി. എന്റെ പരദേവതേ, ഇത് 1 കോടി രൂപയുണ്ട്. നമ്മുടെ ബോംബെ ഏജന്റ് പോലീസ് കസ്റ്റഡിയിലായി. ആ റാസ്കൽ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു. ഏത് നിമിഷം ഇവിടെ റെയ്ഡ് ഉണ്ടാകും. അതിനുള്ള ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം. നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റൂ. പറ്റില്ലെങ്കിൽ പറയേ. വെറും 2 മാസത്തേക്ക് മതി. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ പ്രതിഫലം തരും. ഞാൻ ചെയ്യാം സാർ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കും. ഉടനെ പുറപ്പെട്ടോളൂ. ഹോണ്ട കൊണ്ടുപോയാൽ മതി. ഏത് റൂട്ടിൽ പോകും? ചുരം കയറി പോകുന്നതായിരിക്കും നല്ലത്. പോലീസ് അവിടെ വരുമെന്ന് തോന്നുന്നില്ല. ഏത് നരകത്തിലൂടെയും പോകും. ഈ പെട്ടിയും ജോലിയുടെ കൊടുക്കണോ? ഇത്രയും പണം ഒന്നിച്ച് കാണുമ്പോ അവൻ വല്ല ഏനക്കേടും ചെയ്താലോ? പിന്നെ എന്ത് ചെയ്യും? ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത്. പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാൽ മതി. അതാ നല്ലത്.